ഈ സമയം സിസ്റ്റർ ശീതലിനെ സാക്ഷ്യം പറയുവാനായിട്ട് മുൻപോട്ട് വിളിക്കുന്നു. കോട്ടയത്ത് നിന്ന് വരുന്ന നമ്മുടെ സഹോദരി അധികം നാളുകളായിട്ടില്ല സഭയിൽ വന്നിട്ട്, എന്നാലും തൻ്റെ ഹൃദയം നമ്മോട് ചേർന്ന് ഇവിടെ നടക്കുന്ന ദൈവപ്രവൃത്തികളോട് ചേർന്ന് ഒഴുകുവാൻ ദൈവം തനിക്ക് ആ ഒരു കൃപ കൊടുത്തിരിക്കുന്നു. ഇന്ന് ശീതലിൻ്റെ സാക്ഷ്യം കേൾക്കാം. പ്രൈസ് ഗോഡ്. എനിക്ക് ഒരുപാട് സന്തോഷം എനിക്ക് ഈ ഓൾട്ടറിൽ ഇവിടെ നിൽക്കാൻ പറ്റിയത്. അതിന്റെ യോഗ്യത എന്ന് പറയുന്നത് യേശുവിന്റെ വിലയേറിയ രക്തമാണ് അതിന്റെ യോഗ്യത. എൻ്റെ പേര് ശീതൾ. ഞാൻ കോട്ടയത്തു നിന്നാണ് വരുന്നത്. എൻ്റെ ഹസ്ബൻഡിന്റെ പേര് രഞ്ജു. എനിക്ക് 3 കുട്ടികളാണ്. ഞാൻ അധികം കാലമായില്ല വിശ്വാസത്തിലേക്ക് വന്നിട്ട്. ഒരു 2019 ആ കാലയളവിലാണ് ഞാൻ ശരിക്കും കർത്താവിനെ അറിഞ്ഞ് വരുന്നത്. അപ്പൊ എന്നെ കുറിച്ച് പറയുവാണെങ്കിൽ ഞാനൊരു കാത്തലിക് ക്നാനായ ബാക്ക്ഗ്രൗണ്ട് ആണ് എൻ്റെത്. എൻ്റെ ഹസ്ബൻഡ് ഒരു യാക്കോബ ക്നാനായ ബാക്ക്ഗ്രൗണ്ട് ആണ്. അപ്പം ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഇപ്പോൾ ഇവിടെ നിൽക്കാൻ തന്നെ. എല്ലാം കർത്താവിന്റെ കൃപയാണ്, കർത്താവിന്റെ വിശ്വസ്തതയാണ്. താങ്ക് യു ജീസസ്. ഞാൻ ചെറുപ്പം മുതലേ ആചാര അനുഷ്ഠാന ഇതിലൊക്കെ ഒരുപാട് അങ്ങേയറ്റം വിശ്വാസവും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. എൻ്റെ വിചാരം കർത്താവിനെ ഇങ്ങനെയൊക്കെ ചെയ്ത് പ്രീതിപ്പെടുത്താം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ രക്ഷപ്പെടാമെന്നൊക്കെ ആയിരുന്നു എൻ്റെ വിചാരം. അതുകൊണ്ട് ഒരുപാട് കഠിനമായി വരെ ഞാൻ ഓരോന്ന് ചെയ്യാറുണ്ട്. പക്ഷേ എനിക്കറിയത്തില്ലായിരുന്നു. ഒരു ദിവസം രാത്രിയിൽ എനിക്കൊരു എൻകൗണ്ടർ, എനിക്കൊരു ഡ്രീമിൽ കർത്താവിൻ്റെ ഒരു സ്വരം കേൾക്കാൻ പറ്റി. എനിക്കിങ്ങനെ കാണുന്നത് ഞാൻ മരിക്കാൻ പോവാ. ഇങ്ങനെ ആ സമയത്ത് നമ്മൾ എന്തു പറയും? നമുക്കെപ്പോഴും ആ സമയത്ത് ഇനി സ്വർഗത്തിൽ പോകണം എന്നല്ലേ. അപ്പൊ എനിക്കറിയാവുന്ന രീതിയിൽ കുറച്ച് ജപങ്ങളും ഒക്കെ ചെല്ലാനായിട്ട് ഇങ്ങനെ എടുത്തപ്പോഴത്തേനും കർത്താവ് എന്നോട് പറയുക, യോഹന്നാൻ 14:6, യേശുവാണ് വഴിയും സത്യവും ജീവനും, യേശുവിലൂടെ അല്ലാതെ ആർക്കും പിതാവിന്റെ സന്നിധിയിലേക്ക് വരാൻ പറ്റത്തില്ല എന്ന്. അത് കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ എനിക്കിങ്ങനെ ഓരോ കാര്യങ്ങൾ ആ ദിവസങ്ങളിൽ എനിക്കിങ്ങനെ കാണിച്ചു തന്നോണ്ടിരിക്കാൻ, ഞാൻ ചെയ്യുന്നത് പലതും റോങ് ആണ് അങ്ങനെയൊക്കെ. അപ്പൊ എനിക്കത് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇത് ആരാ പറയുന്നത് പോലെ എനിക്കത് തിരിച്ചറിയാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ഇത്രയും സത്യമാണെന്ന് വിചാരിച്ച് പലതും നമ്മൾ ചെയ്യുന്നത് അത് റോങ് ആണെന്നൊരു സ്വരം പറയുമ്പോഴത്തേനും എനിക്കത് വിശ്വസിക്കാനും പറ്റുന്നില്ല. ഇത് ആരോട് അതിന് ചോദിക്കാൻ പറ്റും? ഞങ്ങളുടെ വിശ്വാസ സമൂഹത്തിലല്ലാതെ വേറെ ഒരാളെയും വിശ്വസിക്കത്തില്ല. ഒരാൾ പറഞ്ഞാലും ഞാനത് അംഗീകരിക്കത്തില്ല. അപ്പം എന്നെ ഞങ്ങളുടെ കാത്തലിക്കിൽ തന്നെ ഒരു കൂട്ടം സഹോദരന്മാരെ കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കി. അവരോട് തന്നെ ഞാൻ ചോദിച്ചു, എനിക്കിങ്ങനെ ഇതെന്താ ഇങ്ങനെ. ശരിക്കും അവര് സത്യം പറഞ്ഞാൽ അവർ സത്യത്തിൽ വിശ്വസിക്കുകയും അവിടെ നിന്ന് ശുശ്രൂഷ ചെയ്യുന്നവരും ആയിരുന്നു. അവരെനിക്ക് പല കാര്യങ്ങളും പറഞ്ഞു തന്നു വചനത്തില്. ശരിക്കും അവർക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുക. അവരില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇവിടെ നിൽക്കത്തില്ലായിരുന്നു. പ്രൈസ് ഗോഡ്. അതുപോലെ പിന്നെ ഞാൻ കാണുന്നത് യേശുവാണ് വഴി, യേശുവാണ് സത്യം എന്ന് മനസ്സിലായി, യേശുവാണ് ഡോർ എന്ന് മനസ്സിലായി. അപ്പൊ എന്നെ ഒരു ദിവസം യേശുവാകുന്ന ഡോറിൽ വന്ന് നിൽക്കും. ഭയങ്കര സന്തോഷമായി ജീവനിലേക്ക്. അതൊരു വലിയ സന്തോഷമാണ്. അങ്ങനെ നിൽക്കുമ്പം എന്നെ ഒരുപാട് ഡോർസ്, യേശുവിൽ തന്നെ ഒരുപാട് ഡോർസുകൾ കാണിക്കുക. അപ്പം ഞാൻ യേശുവിനെ വിശ്വസിച്ചു, ആ ജീവനിലേക്ക് ഞാനൊരു പ്രവേശിച്ചു, ഞാനൊരു ഡോറിൽ വന്ന് നിൽക്കുക. അപ്പോൾ കുറേ കാര്യങ്ങൾ അതിനകത്ത് അസൈൻമെന്റ് പോലെ ഇങ്ങനെ ഇന്ന കാര്യങ്ങളെല്ലാം ചെയ്യണം. അതിന് പരിശുദ്ധാത്മാവിന്റെ സഹായം, വിസ്ഡം, ഇതെല്ലാം നമ്മളൊരു അസൈൻമെന്റ് പോലെ ചെയ്യുമ്പം ഒരു ഓപ്പണിങ്ങിനെ ഡോറ് തുറക്കുക. അങ്ങനെ ഒരുപാട് ലെവലുകൾ കർത്താവ് എന്നെ ഇങ്ങനെ കാണിക്കുക. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കാണുന്ന ഈ ഡോർസ് എല്ലാം ഒരു താള് പോലെ മറിയുക. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് തിരുവചനം, ബൈബിൾ, വിശുദ്ധ ബൈബിളാണ് ആ ഡോർസ്. ഓരോ ഡോറും മറിയുന്നതും അത് ബൈബിളിലെ നമുക്ക് ഓരോ വചനങ്ങളും ഇത് ചെയ്തേ മതിയാകത്തുള്ളൂ. ഇത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു ലെവലിലേക്ക് കയറാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ സഹായം ഹോളി സ്പിരിറ്റിനാലും വിശുദ്ധത്താലും മാത്രമേ ഉള്ളൂ. നമുക്കൊരു എഫേർട്ട് എടുത്തേ പറ്റത്തുള്ളൂ. എനിക്ക് ഒരുപാട് ദാഹമായി. ഇപ്പൊ 2019 ആ സമയത്ത് കോവിഡിന്റെ കാലമായി, ചർച്ചസ് എല്ലാം അടച്ചു. അപ്പം എനിക്ക് ഓൺലൈൻ വഴി എനിക്കിങ്ങനെ യൂട്യൂബിലൂടെ വീഡിയോസ്, ഞാൻ വേറെ ഒരു വീഡിയോസും കാണത്തില്ല, എനിക്ക് ധൈര്യമായി കാണാനായിട്ട് ഞാനിങ്ങനെ കാണാൻ തുടങ്ങി. അപ്പോൾ കർത്താവ് എന്നെ ചില കാര്യങ്ങൾ കാണിച്ചു തന്നായിരുന്നു. ഉണർവിൻ്റെ കുറച്ച് കാര്യങ്ങൾ, അതെനിക്ക് ഉണർവാന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഒരു ഭവനത്തിൽ നിന്ന് തുടങ്ങുന്ന ഹാർവെസ്റ്റ്, അത് ഭയങ്കര ഒന്നിൽ നിന്ന് തുടങ്ങി ഫുള്ളും ഹാർവെസ്റ്റ് ആവും, ഒരു പ്രദേശം മുഴുവൻ ഹാർവെസ്റ്റ്. അതുപോലെ കോവിഡ് എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ഒരാളിൽ നിന്ന് പകരുന്നത് എവിടുന്നാന്ന് പോലും അറിയത്തില്ലല്ലോ. അതുപോലെ കർത്താവ് എന്നെ കാണിക്കുക, ഇതുപോലെ
എന്തോ കർത്താവ് ചെയ്യാൻ പോവുക, ഫയർ പോലെ, കാട്ടുതീ പോലെ. അറിയത്തില്ല ആരിൽ നിന്നാ ഇത് പകർന്നെന്ന് പോലും അറിയത്തില്ല. അപ്പൊ ഇങ്ങനെ ചോദിക്കാം, നിനക്ക് പാർട്ട്ണർ ആകാമോ? അപ്പൊ ഞാൻ ശരിക്കും എൻ്റെ സാഹചര്യം വളരെ ഇതാണ്, പക്ഷെ എനിക്ക് ഭയങ്കര സ്നേഹം, എനിക്ക് ഒത്തിരി ഭയങ്കര ആഗ്രഹമാണ്. എൻ്റെ കർത്താവെ, ഞാൻ എന്തോ ചെയ്യാനാ, എനിക്ക് പാർട്ട്ണർ ആവണം എന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നീ ഒന്ന് കത്തിയാ മതി, ജസ്റ്റ് ഒരു തീപ്പട്ടിക്കള്ളി പോലെ, എന്നുവെച്ചാൽ ഒന്ന് ചെയ്താൽ കാട്ടുതീ പോലെ കത്തുമല്ലോ, അങ്ങനെ ചെയ്താൽ മതി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഫസ്റ്റ് ടൈം ALFC ചർച്ചിലെ വോയിസ് ഓഫ് റിവൈവൽ കാണാൻ തുടങ്ങിയത്. എനിക്കത് ഏറ്റവും വലിയ അനുഗ്രഹമായിരുന്നു. വെയിൽസിലും അസൂസായിലും ഒക്കെ നടക്കുക ഞാൻ ഇതുവരെയായിട്ടും കേട്ടിട്ടില്ല ഇങ്ങനത്തെ കാര്യം. ചാൾസ് ഫിന്നി, കാതറിൻ ഗുൾമർ, എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ പിന്നെ ഓരോ എപ്പിസോഡും മുടങ്ങാതെ കാണും. പക്ഷെ എനിക്ക് എന്നിട്ട് ഇത് ഭയങ്കര, എനിക്കൊന്ന് വീട്ടിലാണ്, എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല ഭയങ്കര. അപ്പൊ എന്തായാലും ഈ ചർച്ചിലെ നമ്പർ നോക്കി ഞാൻ വിളിക്കും. എനിക്ക് വരാനൊന്നുമല്ല, ഒന്ന് സംസാരിക്കാനെങ്കിലും. ഞാൻ വിളിച്ചപ്പോഴത്തേക്കും ജോളി സിസ്റ്റർ ഫോൺ എടുത്തത്. താങ്ക് യു ജീസസ്. ശരിക്കും പറഞ്ഞാൽ നേരത്തെ പരിചയമുള്ള ഒരു സഹോദരിയെ പോലെ എന്നോട് സംസാരിച്ചു. എനിക്ക് എന്ത് സന്തോഷമായിരുന്നെന്നറിയാം. എൻ്റെ അടുത്ത് പറഞ്ഞു, ശീതൾ ചെങ്ങന്നൂർക്ക് വാ, നമ്മുടെ ചർച്ചിലേക്ക് വാ. അയ്യോ സിസ്റ്ററെ, എനിക്ക് വരാൻ പറ്റത്തില്ല, കാരണം എൻ്റെ സാഹചര്യം അങ്ങനെയാണ്. ജസ്റ്റ് ഒന്ന് വാ. എനിക്കിങ്ങനെ ആ ഒരു വിളി എന്നെ കർത്താവ് വിളിക്കുന്ന പോലെ എനിക്ക് തോന്നുക. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡ് അടുത്ത് പറഞ്ഞു, നമുക്ക് ഇങ്ങനെ ഒരു ചർച്ചിൽ പോകാം. എൻ്റെ ഫാമിലി ആയിട്ടാണ് ഞാൻ ഫസ്റ്റ് ടൈം ഞാൻ ഈ ചർച്ചിൽ വരുന്നത്. ജസ്റ്റ് ഒന്ന് കാണാൻ വന്നതാ. എന്നെ വിളിച്ച ആളെ ഒന്ന് കാണണം, എല്ലാവരെയും ഒന്ന് കാണണം. അന്ന് എനിക്ക് ഭയങ്കര ഒരു സ്പെഷ്യൽ ഡേ ആയിരുന്നു. കാരണം അന്ന് മിഷണറിമാരായ സഹോദരന്മാര് എല്ലാവരും വന്നിരുന്ന ഒരു സമയമാണ്. എനിക്ക് ആദ്യ അനുഭവമാണ്. എനിക്ക് ഭയങ്കര തുള്ളി ചാടി കരയാനൊക്കെ തോന്നുക. എനിക്ക് ഇത്രയും ദേവദാസന്മാരുടെ കൂടെ ഒന്ന് ആരാധിക്കാൻ പറ്റിയല്ലോ എന്ന് ഓർത്ത് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് പോയി എന്തോ വലിയ കാര്യം നേടിയതുപോലെയൊക്കെയാണ് പോയത്. പിന്നെയും ഞാൻ ഈ ചർച്ചിൽ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല, കാരണം അങ്ങനെ. പക്ഷെ എങ്കിലും എൻ്റെ മനസ്സിൽ ഒരു പ്രാവശ്യം കൂടി ഒന്ന് വന്ന് നോക്കാം ചർച്ചിൽ, ഒരു പ്രാവശ്യം കൂടി. അങ്ങനെ ഞാൻ ശരിക്കും ബസ് എടുത്താ, ഞാനിങ്ങനെ തനിച്ചങ്ങനെ വരാറില്ല, ഹസ്ബൻഡ് കൂടെ എപ്പോഴും വരുന്നത്. പക്ഷെ എനിക്കിങ്ങനെ തോന്നി, ഞാനിങ്ങനെ വന്നു. ഞാൻ 2ാം ദിവസം എനിക്ക് റിവൈവൽ അങ്ങനെയൊക്കെ കേട്ടാ ഞാൻ ഇവിടെ വരുന്നത്. പക്ഷെ ഞാൻ വന്നപ്പോൾ തൊട്ട് എനിക്ക് ഇവിടെ ഓൾട്ടറിൽ ഞാൻ ശരിക്കും ഫയർ കാണുന്നുണ്ട്, പുക കാണുന്നുണ്ട്. ശരിക്കും വിശുദ്ധന്മാരുടെ പ്രാർത്ഥനകളുമായിട്ടുള്ള ഒരു യാഗപീഠം ശരിക്കും ഇങ്ങനെ കാണുക, ഒരു ഏഞ്ചൽസിന്റെ പ്രസൻസ്, ഇതെല്ലാം ഇങ്ങനെ കാണുക. പിന്നെ എനിക്ക് ഭയങ്കര ചൂടാണ് എൻ്റെ ശരീരത്തിൽ, ഞാനങ്ങ് ഫയർ ആവുക. എനിക്ക് തന്നെ അറിയത്തില്ല എന്നെ പനിക്കുവാണോ, എൻ്റെ കൈയെല്ലാം ഞാൻ ഇങ്ങനെ തൊട്ട് നോക്കുക. അന്നേരം ശരിക്കും ഞാൻ അന്ന് ചർച്ചിൽ നിന്ന് ഇറങ്ങിയപ്പം ജോൾ സിസ്റ്ററിനെ കണ്ടപ്പോൾ പറഞ്ഞു, എനിക്ക് നിൽക്കാൻ പറ്റില്ല, എനിക്ക് ഭയങ്കര ചൂടാണ്. എനിക്ക് ശരിക്കും ജ്യൂസ് വരെ എടുത്തു തന്നു തണുക്കാൻ വേണ്ടി. അന്നേരം പിന്നെയും പോയി. പക്ഷെ എനിക്കറിയാം എന്തോ ഇവിടെ ഉണ്ട്. പക്ഷെ പിന്നെയും എനിക്ക് എൻ്റെ ആ സാഹചര്യം അതാ എനിക്ക്. പക്ഷെ ഓരോ പ്രാവശ്യവും കൊതിച്ചു വരും, ഒരു പ്രാവശ്യം ഓടി വരാം, ഒരു പ്രാവശ്യം ഓടി വരാം. എപ്പോഴും എനിക്ക് എന്നെ വെറുതെ വിടത്തില്ല കർത്താവ്. ഈ ചൂടിൽ ഞാൻ വീട്ടിലും എനിക്ക് ആ ഫയറാ. അപ്പൊ എനിക്ക് പല കാര്യങ്ങളും എനിക്ക് തന്നെ അറിയാതെ മറഞ്ഞു കിടക്കുന്നത്, ഒളിഞ്ഞു കിടക്കുന്ന പല സംഭവങ്ങൾ എനിക്ക് തന്നെ ഫീൽ ചെയ്യുക, ഇതൊക്കെ വിട്ടു പോകുന്നതായിട്ട്. അപ്പോഴാണ് ഞാൻ അറിയുന്നത്, ദൈവമേ ഇതൊക്കെ എന്നിലുണ്ടോ എന്ന്. എന്നെ ശരിക്കും ക്ലെൻസ് ചെയ്യുക, ഫസ്റ്റ് ടൈം ഫുൾ ക്ലെൻസിങ്. ഈ ശരിക്കും പിന്നെ എനിക്ക് ഇഷ്ടമാണ് ചർച്ചിൽ വരാൻ. പക്ഷെ ഞാൻ പേടിച്ചാ വരുന്നത്, കാരണം ഇത് അത്ര സുഖമായിട്ട് അങ്ങനെ വരാൻ പറ്റത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. അത് ഡിസോർഡർ ആയി കിടക്കുന്ന പല കാര്യങ്ങളും പയ്യെ ഞാൻ ഓർഡർ ആക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ ഇവിടെ വരുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് നനയുക, എൻ്റെ കാല് വെള്ളത്തിൽ കൂടി നടക്കുന്ന പോലെ. അപ്പൊ എനിക്ക് മനസ്സിലായി, ഇവിടെ ശരിക്കും ജീവജലത്തിന്റെ നദിക്കകത്തായി എല്ലാവരും ഇരിക്കുന്നതെന്ന് മനസ്സിലായി. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് എല്ലാവരെയും ഇങ്ങനെ നോക്കുക, അദ്ദേഹം എത്ര നാളായി ഇവരെല്ലാം ഇങ്ങനെ ഇരിക്കുന്നു. അയ്യോ, ഞാൻ മുത്തുച്ചിപ്പികളെയൊക്കെ കാണുക, ഇവരൊക്കെ ഇരുന്നിരുന്ന് ട്രഷറായല്ലോ, എന്ത് സൗന്ദര്യവാ പേൾസ് കാണാനായിട്ട് എല്ലാവരും. അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ എനിക്ക് ഏറ്റവും ഷെക്കന ബേബി കുഞ്ഞായിരുന്നു ആ സമയത്ത്, 1.5 വർഷം മുന്നേ ഞാൻ വന്നത്. അപ്പം ഞാൻ ആ കുഞ്ഞിൻ്റെ പേര് ഷെക്കന, എനിക്ക് ഭയങ്കര സന്തോഷം. ദൈവമേ, ഈ ഒരു കാലയളവിൽ ഈ പേര് എന്തൊരു അടയാളമാണ്. അപ്പം എനിക്ക് അതുപോലെ കൊച്ചിനെ കാണുമ്പോൾ ഒന്നുപോലെ എനിക്ക്, പക്ഷെ ഷെക്കനെ ഞാനിവിടെ വെളിപ്പെടുത്തി കണ്ടിട്ടുണ്ട്. കാരണം ഇവിടെ ഈ മഞ്ഞ് കയറി വരുന്നത് പോലെയൊക്കെ എനിക്ക് ഫീൽ ആയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഭയങ്കര കൊതിയായി, എനിക്ക് ഈ ചർച്ചിലെ ഒരു ഭാഗമാകണം എന്ന് എനിക്ക് വലിയൊരു ആഗ്രഹമാണ്. എനിക്കത് ഭയങ്കര, എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിനോട് ഒരുപാട് നന്ദി പറയാതിരിക്കാൻ പറ്റത്തില്ല, കാരണം എൻ്റെ ആഗ്രഹം കണ്ടോണ്ട് എന്നെ വിട്ടല്ലോ ആരാധിക്കാനായിട്ട്, എന്നെ സമ്മതിച്ചല്ലോ. എനിക്ക് ഈ നിമിഷം ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും ഈ ഒരു കാരണത്തെ വരാൻ പറ്റുന്നില്ല. എൻ്റെ ഹസ്ബൻഡിനെ ഓർത്ത്, റിൻഷുവിനെ ഓർത്ത് ഞാൻ ഒരുപാട് നന്ദി പറയുക. പിന്നെ ഞാൻ ഇവിടെ കാണുന്ന പാസ്റ്റേഴ്സ്, വർഷിപ്പേഴ്സ്, ലീഡേഴ്സ്, ഇവരെല്ലാം ഞാൻ കാണുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇവിടെ അങ്ങനെ ഒരു വേർവ്യത്യാസം കാണുന്നില്ല. എല്ലാവരും ദൈവമക്കളെ പോലെ, ദൈവപുത്രന്മാരും പുത്രിമാരെന്ന് മാത്രമേ എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ. ഇപ്പൊ ഷെക്കന്നെ ആണെങ്കിലും കൊച്ചു ഫ്ലാഗും കൊണ്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും അവളും ഒരു ശുശ്രൂഷയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ കൊച്ചു പിള്ളേർ തൊട്ട് എല്ലാവരും
ശുശ്രൂഷകന്മാരായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തത്. പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷം, എനിക്ക് അജിത്തപ്പ സുമാമ്മയെന്ന് എനിക്കൊന്ന് വിളിക്കാൻ പറ്റിയത് ഭയങ്കര സന്തോഷം. കാരണം എനിക്ക് ഇത്രയും പ്രായമാണെങ്കിലും സ്പിരിച്വലി എനിക്ക് കൊച്ചു മകളുടെ ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് പറയുന്നത് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കിട്ടുമെന്ന് പറയുന്ന പോലെ എനിക്കിപ്പം നഷ്ടപ്പെട്ട ബാല്യം തിരിച്ചു കിട്ടിയതുപോലെ ഇവിടെ വരുമ്പം എനിക്ക് പരിശുദ്ധാത്മാവിനാൽ എൻ്റെ എൻകൗണ്ടറും ഒക്കെ വരുമ്പോഴത്തേനും എനിക്ക് ഒരുപാട് ഒച്ചത്തിൽ ഞാനിങ്ങനെ കരയും, ഒരുപാട് നിലവിളിക്കും. എനിക്ക് ചിലപ്പം നൃത്തം വെക്കണം തോന്നും, പക്ഷേ ഞാൻ ഓർക്കും എനിക്ക് ഒരു ബുദ്ധിമുട്ടും എനിക്കിവിടെ ഇല്ല. എൻ്റെ സ്പിരിച്വലി ആയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളാണ് എല്ലാവരും, എൻ്റെ ഫാമിലി. എനിക്ക് അതുകൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ട് വന്നില്ല. എനിക്ക് ഇവരുടെയൊക്കെ സ്നേഹം ഫസ്റ്റ് ടൈം തന്നെ ഇവിടെ വരുമ്പോൾ വെൽക്കം ചെയ്യും, എല്ലാവരുടെയും മുഖത്തെ ചിരി എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്ക് വീട്ടിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതുപോലെ തേഴ്സ്ഡേ മീറ്റിങ്ങിലാണെങ്കിലും എനിക്ക് ഭയങ്കര സന്തോഷമാണ് വരുന്നത്. കാരണം ഒരു എൻറ്റൈം ആർമി വാർത്തെടുക്കുന്നത് പോലെ അതാണ് ശരിക്കും നടക്കുന്നത്. സത്യം പറഞ്ഞാൽ ദാവീദിന്റെ കൂടെയുള്ള പടയാളികളെ ഇടം കൈ കൊണ്ടും വലം കൈ കൊണ്ടും ഒക്കെ യുദ്ധം ചെയ്യാൻ പറ്റുന്ന ഒരു മൂർച്ചയുള്ള ആയുധങ്ങളായിട്ട് തീർച്ചയായിട്ടും മാറുക. എനിക്ക് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. സാധാ ഒരു വിശ്വാസിയായിട്ട് കടന്നു വരുന്ന അപ്പ പറയുന്ന പോലെ പൂച്ചയെ പോലെ പതുങ്ങി വരുന്നവർ പോലും സിംഹമായി മാറുന്ന ഒരവസ്ഥ. താങ്ക് യു ജീസസ്. അതുപോലെ കർത്താവിന്റെ കൃപയാൽ ഒത്തിരി ദർശനങ്ങൾ, ആരാധന, വർഷിപ്പ്, ഭയങ്കര സന്തോഷമാണ്. ഇവിടെ വരുമ്പോഴേ ഞാനിങ്ങനെ കണ്ണടച്ച് എനിക്കിത് കാണുന്നത് കൊണ്ട് എനിക്ക് സന്തോഷം. ഭയങ്കര ഒരു ദൈവീകമായ ദർശനങ്ങൾ തരും. എനിക്ക് പ്രൊഫസീസ് ശരിക്കും ഇപ്പൊ ഇവിടെ വന്നിട്ടാണ് എനിക്ക് ഇത്രയും ഇങ്ങനെ പ്രൊഫസീസ് വരുന്നത്. ദൈവശബ്ദം കേൾക്കുക. അപ്പൊ എനിക്ക് നല്ല ധൈര്യമായിട്ട് വിളിച്ച് പറയാം. കാരണം ആദ്യമൊക്കെ എനിക്ക് പ്രയാസം, കാരണം എനിക്ക് ഒന്നുമല്ലല്ലോ എൻ്റെ ഭവനത്തിലല്ലേ ഞാൻ വിളിച്ച് പറയുന്നത് എന്നുള്ള പ്രൊഫസീസ് ഞാൻ വിളിച്ച് പറയാൻ തുടങ്ങുമ്പോൾ സത്യം പറഞ്ഞാൽ ഇവിടുത്തെ സഹോദരങ്ങൾക്കും സഹോദരികൾക്കും അതുപോലെ തന്നെ അവർക്കും അത് കിട്ടുക കൺഫർമേഷൻ പോലെ. അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷം. അതുപോലെ കുറച്ചു കാലയളവിൽ ഭയങ്കര ഫ്രാഗ്രൻസ്, ഭയങ്കര സ്മെല്ല്. അപ്പോഴാണെങ്കിലും നമുക്ക് പരിശുദ്ധാത്മാവിന്റെ പറയുമ്പോൾ തന്നെ എനിക്ക് ആ സ്മെല്ല് ഫീൽ ചെയ്യും. എനിക്കറിയാം വേറെ ഏത് സ്മെല്ല് വന്നാലും അതാ ഹോളി സ്പിരിറ്റിന്റെ സ്മെല്ലാന്ന് എനിക്കറിയാം. പ്രൈസ് ഗോഡ്. ഞാനത് പറഞ്ഞപ്പോ ഇവിടെ എത്ര പേരാ പറഞ്ഞെന്നറിയാം, എല്ലാവർക്കും അത് ഫീലായെന്ന്. ആന്റിമാരാണേലും പറയായിരുന്നു സ്പ്രേ കുപ്പി തുറന്നതുപോലെ അവർക്ക് ഫീലായി. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഒന്നും അല്ലെങ്കിലും പറയുമ്പോൾ. പിന്നെ എനിക്ക് നല്ല ധൈര്യമായി, കാരണം എന്തും കർത്താവ് ഒരു ചെറിയ സീഡാണെങ്കിലും ഇവിടെ തന്നെ വിതയ്ക്കണം. ഈ അറ്റ്മോസ്ഫിയർ എന്താണെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ധൈര്യമായിട്ട് എനിക്കത് വിതയ്ക്കാൻ പറ്റുന്നുണ്ട്. അത് തീർച്ചയായിട്ടും അത് മുളയ്ക്കും, കായ്ക്കും, ഫലം പുറപ്പെടുവിക്കുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുപോലെ ഒരുപാട് എനിക്ക് നന്ദി പറയാതിരിക്കാൻ പറ്റത്തില്ല. പാസ്റ്റേഴ്സ്, വർഷിപ്പേഴ്സ്, ലീഡേഴ്സ്, എൻ്റെ സഹോദരങ്ങൾ, അതുപോലെ എന്നെ പുറകോട്ട് ചിന്തിച്ച് നോക്കുമ്പോഴത്തേനും എനിക്ക് ഒരുപാട് എന്നെ താങ്ങിയവരുണ്ട്. എൻ്റെ ഫാമിലി, എൻ്റെ പേരൻസ്, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ ബന്ധുമിത്രാദികൾ, സ്നേഹിതർ. അതുപോലെ എനിക്ക് ഒത്തിരി പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വീണു പോകുന്ന ഒത്തിരി സന്ദർഭങ്ങളൊക്കെ വന്നപ്പോൾ എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തവരുണ്ട്. പ്രാർത്ഥനയിൽ സപ്പോർട്ട് ചെയ്തവർ, സ്നേഹത്തിൽ കൈത്താങ്ങ്. എനിക്ക് എല്ലാവരെയും അവരെയൊക്കെ ഓർത്ത് നന്ദി പറയുക. അതുപോലെ ഞാൻ കേൾക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ശരിക്കും സമയമായി ഉണര ശീതൽ എന്ന് പറയാൻ തുടങ്ങി. ഇങ്ങനെ എനിക്കത് സത്യം ഇപ്പോഴാണ് എനിക്ക് അതിൻ്റെയൊക്കെ കാര്യങ്ങൾ മനസ്സിലായത്. അപ്പൊ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഉണരാനും അതുപോലെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നവരെ ഉണർത്താനുമാണ് പറയുന്നത്. കാരണം നമ്മൾ ഉണർന്നിരിക്കുമ്പം ഇപ്പുറത്തിരിക്കുന്ന ഒരാൾ ഉറങ്ങിക്കിടന്നാൽ നമുക്കത് വിളിച്ച് ഉണർത്താൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമുക്കത് പ്രയാസപ്പെട്ടു പോകും. നമ്മളുടെ കടമ ചെയ്യണം. ഉണരുവിൻ ഉള്ള ഒരു മെസ്സേജാണ് സത്യം പറഞ്ഞ കർത്താവ് എന്നോട് ഇങ്ങനെ പറയുന്നത്. ഒത്തിരി താങ്ക്സ് ഈ ഒരു നിമിഷത്തെ ഓർത്ത്. എല്ലാ മഹത്വവും കർത്താവിന്. താങ്ക് യു ജീസസ്. താങ്ക് യു സോ മച്ച്. ഇതെല്ലാം ഒന്നും കൂടെ നമുക്ക് കരങ്ങളെ അടിച്ച് ദൈവത്തിന് നന്ദി പറയാം. പ്രൈസ് ദ ലോർഡ്. സാക്ഷ്യവചനങ്ങൾ സോ ഗുഡ് ദാറ്റ് ഷീ കുഡ് അക്നോളജ് താൻ അനുഭവിച്ചതും കണ്ടതും കേട്ടതും എല്ലാം ഒന്ന് അക്നോളജ് ചെയ്യാൻ പറ്റിയത് സ്തോത്രം. ഒരു 100 മടങ്ങായി ശീതലിൻ്റെ ജീവിതത്തിൽ സ്തോത്രം. അത് വർദ്ധിച്ചു വരട്ടെ. ആമേൻ. ഈ സാക്ഷ്യവചനങ്ങളാൽ ജീവിതത്തിൽ ജയിക്കുവാൻ, മുന്നേറുവാൻ കർത്താവ് സഹായിക്കട്ടെ.